ഹലോ, അപ്പോൾ എല്ലാവർക്കും ചിന്നസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സംഭവം വലുതാണ്. നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ ചെയ്തിട്ട് 100% ഉറപ്പ് വന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ലൈഫിലൊരു സക്സസ് വരുമ്പോഴത്തേക്ക് ആ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ ആ ഒരു സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന കാര്യം സക്സസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില കമൻറ്റ്സ് വരാം, ഇതൊക്കെ ചുമ്മാതാണ്, ആരും ഇത് ബിലീവ് ചെയ്യരുത് എന്നൊക്കെ കമൻറ്റ്സ് വരാം. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അത് വേണമെന്നുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ യൂട്യൂബിനകത്ത് കണ്ടിന്യൂസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഒരു ഇംഗ്ലീഷ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഒന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നില്ല. പിന്നെ നമ്മൾ മലയാളികളല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ചെയ്യരുത്, മനസ്സിലിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഞാൻ ആദ്യമൊന്നും വലുതായിട്ട് വിശ്വസിച്ചില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണ്, ആദ്യം ഞാനൊന്നും വലുതായിട്ട് വിശ്വസിച്ചില്ല. ഇതൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല, ചുമ്മാതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ എങ്കിലും എന്തായാലും സക്സസ് ആവുന്ന കാര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനൊന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒത്തിരി ഒന്നും വലിച്ചു നീട്ടി ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം ഞാനും കുറേ വീഡിയോസ് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തന്നെ ആക്ച്വലി നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ വളരെ ചുരുക്കി പറയുന്നത് കേട്ടോ. ഇതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒത്തിരി കടബാധ്യതയുള്ളവരുണ്ടായിരിക്കും അല്ലേ. എല്ലാവരും ഒരുപോലെ ഹാപ്പി ലൈഫ് മൂവ് ചെയ്ത് പോകുന്നവരായിരിക്കത്തില്ല. കടബാധ്യതയുള്ളവരുണ്ടായിരിക്കും, സാമ്പത്തിക പ്രശ്നം കൂടാതെ അല്ലാതെ ഫാമിലി ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കുറേ ഡ്രീംസൊക്കെ മനസ്സിൽ കൊണ്ടു കിടന്നിട്ട് ഒരിക്കലും അച്ചീവ് ആവുന്നില്ല, എങ്ങനെ അച്ചീവ് ആക്കാമെന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഞാൻ ഇതുവരെ മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്യാൻ കാരണം എനിക്ക് ട്രൂത്തായിട്ട് തോന്നി, എനിക്കത് ലൈഫിൽ സക്സസ് ആയിട്ട് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി വളച്ചൊടിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മൾ സാധാരണ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിംഗേഴ്സിൽ സെക്കൻഡ് ഫിംഗർ ആയിട്ടുള്ള നമ്മൾ ചൂണ്ടുവിരലെന്ന് പറയില്ലേ, ഈ ചൂണ്ടുവിരലാണ് ഇതിനായിട്ട് നമ്മൾ വേണ്ടത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് മനസ്സിൽ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മൾ മനസ്സിൽ നന്നായിട്ട് വെക്കുക. ഇനി ഹാപ്പി ആയിട്ടുള്ള ഡേയ്സിൽ മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാഡായിട്ട് ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് മൈൻഡ് ഔട്ടായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു ഡേയ്സ് ഇത് ചെയ്യാതെ മാക്സിമം നമ്മൾ മൈൻഡ് ഓക്കെ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത ശേഷം മാത്രം ഇത് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈഫിൽ കുറച്ച് കാര്യത്തിൽ കോൺസെൻട്രേഷൻ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ 100% ഷുവറാണ് ഇത് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലൈഫിൽ നടക്കും. ഇതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ചൂണ്ടുവിരൽ, ഈ ഒരു വിരലുണ്ടല്ലോ, ഈ ഒരു വിരൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ക്യാമറ ഞാൻ ശ്രദ്ധിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, സോറി. അപ്പോൾ ഈ ഒരു വിരലുണ്ടല്ലോ, ഈ ഒരു വിരൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, അതായത് എന്തെങ്കിലും അല്ല, നിങ്ങളുടെ ലൈഫിൽ നടക്കണം, എനിക്കത് നടന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു പ്ലേസിലിരിക്കുക. നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക, ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലിരിക്കുക. അതിനുശേഷം എനിക്ക് ലൈഫിൽ ആ ഒരു കാര്യം വേണം, അതായത് അതെനിക്ക് നടന്നാൽ കൊള്ളാം എന്ന രീതിയിൽ, അതെനിക്ക് വേണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുക. ഓക്കെ, ഇടയ്ക്ക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്ലോക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് കട്ട് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഈ ഒരു ഫിംഗേഴ്സിൽ നമ്മൾ വിചാരിക്കുന്ന, ആദ്യം നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നമ്മൾ വിചാരിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫിംഗറിൽ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക, തിരിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക. കാര്യം നമ്മൾ മനസ്സിൽ 6 പ്രാവശ്യം ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ കുറച്ച് ഒരു 3 സീൻ ബൈ സീനായിട്ട് പറയാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ 6 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വിചാരിക്കുക. അത് നടക്കണം എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുക.
ഓക്കെ, 6 പ്രാവശ്യം. ഇപ്പം സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കണം, അല്ലെങ്കിൽ പൈസ ഇപ്പോൾ ഇത്ര രൂപ കിട്ടണം. ഇപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മൾ ആദ്യം വലിയൊരു എമൗണ്ട് 1 CR 2 CR അങ്ങനെയൊന്നും വിചാരിക്കാനല്ല, വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു ഫണ്ട് നിങ്ങൾ മനസ്സിൽ കരുതിയ ശേഷം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ കാര്യം എന്ത് ചെയ്യുക, മനസ്സിൽ റിപ്പീറ്റായിട്ട് 6 പ്രാവശ്യം നിങ്ങൾ പറയുക. അതിനുശേഷം 6 പ്രാവശ്യം പറഞ്ഞ ശേഷം ജസ്റ്റ് ഈ കയ്യിൽ ഈ ഒരു ഇതുണ്ടല്ലോ, മനസ്സിൽ നമ്മൾ 6 പ്രാവശ്യം പറയാമെന്ന് പറയുമ്പോൾ മനസ്സിൽ ഓൾറെഡി നമ്മളത് വിചാരിച്ച് കഴിഞ്ഞു, നമ്മുടെ മനസ്സിലത് ഉറച്ചു കഴിഞ്ഞു. ഇനി 6 പ്രാവശ്യം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് 6 പ്രാവശ്യം പ്രസ് ചെയ്യുക. അതായത് ഇത് പ്രസ് ചെയ്യുന്നത് വഴി ഞാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഇങ്ങനെ കണക്റ്റായിട്ട് പോകുന്ന ചൂണ്ടുവിരൽ. അപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ ചൂണ്ടുവിരൽ ഭയങ്കര ശക്തിയാണ്, ഭയങ്കര പവറാണുള്ളതെന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ മുതിർന്നവരുടെ മുന്നിൽ ചൂണ്ടുവിരൽ ഇങ്ങനെ ചൂണ്ടി സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാറുണ്ട്. സോ അപ്പോൾ ചൂണ്ടുവിരലിന് അതിൻ്റേതായിട്ടുള്ളൊരു പവർ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് 6 പ്രാവശ്യമാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്യുമ്പോൾ ഈ 6 ടൈംസിലും നമുക്ക് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന, അതായത് എനിക്ക് നടക്കണം എന്നുള്ള കാര്യം നമ്മൾ മൈൻഡിൽ 6 പ്രാവശ്യം പറഞ്ഞ് വേണം ഇത് പ്രസ് ചെയ്യാൻ. 6 പ്രാവശ്യം പ്രസ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു മിഡിൽ ഓഫ് ദ പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഇതണക്ക് 3 ടൈംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതായത് വലിച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യരുത്, 3 ടൈംസ് ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് വേറെ എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് എടുക്കാം, അങ്ങനെ ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല. പിന്നെ അതിനുശേഷം നമുക്ക് കാം ആൻഡ് ക്വൈറ്റായിട്ട് എവിടെ വേണമെങ്കിലും പോവാം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോലി എന്തുണ്ടെങ്കിലും ആ ജോലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡെയിലി ഇന്നിപ്പോൾ ഇത് ചെയ്തു എന്ന് വിചാരിക്കുക, ഇന്ന് ചെയ്തു നിങ്ങൾക്കത് കിട്ടുന്നില്ല എങ്കിൽ കണ്ടിന്യൂസ് ഇത് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്താണ് ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 1 ഡേ 2 ഡേ 3 ഡേ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കോൺസെൻട്രേഷൻ, നല്ല രീതിയിൽ കോൺസെൻട്രേഷനിലൂടെ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിപ്പോൾ ലൈഫിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ എനിക്കൊരു 5,000 വേണം, എനിക്ക് ലൈഫിൽ 5,000 പെട്ടെന്ന് അത്യാവശ്യമാണ്, ഫൈനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ 5,000 വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ മൈൻഡിൽ നിങ്ങൾ ഓൾറെഡി കിട്ടി എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ ഓക്കെ എനിക്കത് കിട്ടി എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരിക. അതായത് നമ്മൾ മൈൻഡിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈൻഡിൽ ആ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ അത് കിട്ടി എന്ന് വിചാരിക്കുക. അതായത് എനിക്ക് 5,000 കിട്ടി, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഡ്രീം കാണുക. അത് കിട്ടി എന്ന് കാണുക. അപ്പോൾ ലാസ്റ്റ് ഫൈനലി അത് നമുക്ക് സക്സസ് ആവും. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിൽ സക്സസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും, ലൈഫിൽ അച്ചീവ് ചെയ്തിട്ട് ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു കാര്യം ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഒരുപാട് കാര്യങ്ങളല്ല വേണ്ടത്. ആദ്യം ഒരു കാര്യം, ഒരു ഗോള്, ഫസ്റ്റ് ഒരു ഗോള് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ആ ഗോള് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 6 ടൈംസ് ടാപ്പ് ചെയ്യുക, മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ടാപ്പ് ചെയ്ത ശേഷം ജസ്റ്റ് മിഡിൽ ഓഫ് ദ പോർഷനിൽ നമ്മളിങ്ങനെ ജസ്റ്റ് 3 ടൈംസ് ഞാൻ പറഞ്ഞ കാര്യം, ഈ ഒരു മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ ചെയ്ത് നോക്കിയ ശേഷം നടന്നിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഇടുക. പിന്നെ മാനിഫെസ്റ്റേഷൻ മുമ്പ് ചെയ്തിട്ടുള്ളവർക്കും ഓൾസോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.